നാടിൻ്റെ കാര്യത്തിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിൽ യാത്ര വേഗതയിൽ വേണമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാവണം. CM ഒരു സ്പീഡിൻ്റെ ആളാണ്. സ്പീഡ് കേരളത്തിൽ ചില മുഖ്യമന്ത്രിമാരെ ഉണ്ടായിരുന്നു വലയായിട്ട് പറക്കുന്നു. സ്പീഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അനാവശ്യമായി കാലതാമസം വരുത്താൻ പാടില്ലല്ലോ. നേരത്തെ ഉള്ളതിൽ വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. ട്രെയിൻ യാത്രക്കൊക്കെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ വ്യത്യാസം മനസ്സിലാകുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അത്തരമൊരു മാറ്റം ആവശ്യമാണ്. ഈ നാടിൻ്റെ പുരോഗതിക്ക് ഇതൊക്കെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ തികച്ചും രാഷ്ട്രീയമായിട്ടാണ് കണ്ടത്. ഈ പദ്ധതി വേണ്ടെന്നല്ല, ഇപ്പോൾ വേണ്ടെന്നാണ്. ഞങ്ങൾ വന്ന് ഭരിക്കാം. LDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത് വേണ്ട. അങ്ങനെ ഇപ്പോഴത് വേണ്ട എന്നൊരു നിലയെടുത്താൽ അത് അംഗീകരിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുമായിരുന്നു. ഇവിടെ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലേ? 10 വർഷം തിരിഞ്ഞു നോക്കിയാൽ ഒരു തരത്തിലുള്ള വേദനയും തോന്നില്ലല്ലോ. കാരണം കേരളം എല്ലാ മേഖലയിലും വികാസം പ്രാപിച്ചു വന്നിരിക്കുകയാണ്, വലിയ തോതിൽ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. ഓരോ മേഖലയും തിരിച്ച് പറഞ്ഞാൽ എന്തൊരു തകർച്ചയായിരുന്നു 2016. അവിടെ നിന്നല്ലേ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അത് അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരു നവകേരളം എന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ പല മേഖലയും കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2016 ഒരു സ്ഥാപനവും, ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ദേശീയ തലത്തിൽ 100 സ്ഥാപനങ്ങൾ എടുത്താൽ ആ കൂട്ടത്തിലില്ല. ഇതായിരുന്നു നില. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ചർച്ച ചെയ്തു. അവർ നല്ല ഇനീഷ്യേറ്റീവ് എടുത്തു. 2021 തുടർഭരണം LDFന് സമ്മാനിച്ചപ്പോൾ ആ ഗവൺമെൻറ് ആദ്യമേ തന്നെ പറഞ്ഞത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ഹബ്ബാക്കി മാറ്റുമെന്നാണ്. വലിയ മാറ്റമല്ലേ വന്നില്ല. 6000 കോടിയിൽ പരം രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ അംഗീകാരം നേടി. യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ A++ നേടിയ യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.